ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തിഃ പ്രചോദയാൽ. ഖണ്ഡാശൂലഹലാനി ശംഖമുസലേ ചക്രം ധനുസ്സായകം ഹസ്താബ്ജൈർശീതാംശുതുല്യഃ പ്രഭാം ഗൗരീദേഹസമുദ്ഭവാം ത്രിജഗദാം ആധാരഭൂതാം മഹാപൂർവാമത്ര സരസ്വതീമനുഭജേ ശുംഭാദിദൈത്യാർദിനിം. മാതർമേ മധുകൈടഭാഗ്നിമഹിഷഃ പ്രാണാപഹാരോദ്യമേ ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്ത്യംബികേ സിന്ദൂരാരുണവിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരൽ താരാനായകശേഖരാം സ്മിതമുഖീമാപീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാം അംബികാം ധ്യായേത് പരാം അംബികാം. ശ്രീ മഹാദേവി നമഃ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹോഷ്മളമായ സ്വാഗതം. പത്മരാഗശിലാദർശ പരിഭാവി കപോലപൂ. കുറെ നാമങ്ങളുണ്ട് അതില്. പത്മരാഗം, ശില, ആദർശം, പരിഭാവി, കപോല ഭൂ. ഇങ്ങനെ ഒന്നിലധികം നാമങ്ങളെ കൂട്ടിച്ചേർത്തിട്ടാണ് ഒരൊറ്റ നാമമാക്കിയിട്ട് വാഗ്ദേവതമാര് എഴുതിയിട്ടുള്ളത്. പത്മരാഗശിലാദർശ പരിഭാവി കപോലഭൂ. കപോലം എന്നാണ് കവിൾത്തടങ്ങളാണ്. പത്മരാഗശിലാദർശ പരിഭാവി കപോലഭൂ. ഇപ്പൊ ഇവിടെ എന്താ പത്മരാഗം? ഞാൻ മുമ്പേ പറഞ്ഞു തന്നു. അതൊരു മാണിക്യക്കല്ല്, ഒരു നവരത്നങ്ങളിൽ ഉള്ള ഒരു കല്ലാണത്. പത്മരാഗം എന്ന് പറയുന്നത് നവരത്നങ്ങളിൽ ഒരു കല്ലാണ്, വിശേഷപ്പെട്ട ഒരു കല്ല്. ആ പത്മരാഗ ശില കൊണ്ട്, കല്ലുകൊണ്ട്, മാണിക്യക്കല്ലുകൊണ്ട് തീർത്ത ആദർശം എന്ന് പറഞ്ഞ കണ്ണാടി. പത്മരാഗം കൊണ്ട്, പത്മരാഗ കല്ലുകൊണ്ട് തീർത്ത ഉണ്ടാക്കിയ കണ്ണാടിയെ പോലും പരിഭവിപ്പിക്കുന്ന എന്ന് പറഞ്ഞാൽ തോൽപ്പിക്കുന്ന, നാണിപ്പിക്കുന്ന കപോലഭൂവാണ്, കവിൾത്തടങ്ങളോട് കൂടിയവളാണ് എന്നർത്ഥം. പ്രാവശ്യം കൂടെ പറയാം. പത്മരാഗം എന്ന കല്ലുകൊണ്ട്, മാണിക്യ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആദർശം എന്ന് പറഞ്ഞാൽ കണ്ണാടി, നമ്മളെ മുഖം നോക്കുന്ന കണ്ണാടി ഇല്ലേ, ആ കണ്ണാടി. ആ കണ്ണാടി, ആ കല്ലുകൊണ്ട് തീർത്ത കണ്ണാടി, ആ കണ്ണാടിയെ പോലും പരിഭവിപ്പിക്കുന്ന, തോൽപ്പിക്കുന്ന, നാണിപ്പിക്കുന്ന, അല്ലെ ഞാൻ ഒന്നുമല്ലേ ആക്കി തീർക്കുന്ന കപോലങ്ങൾ എന്ന് പറഞ്ഞാൽ കവിൾത്തടങ്ങള്. അപ്പൊ ദേവിയുടെ കവിൾത്തടങ്ങളെ കുറിച്ച് വർണ്ണിക്കുകയാണ്. അതായത് കുണ്ടലങ്ങളെ കുറിച്ച്, താടങ്കങ്ങളെ കുറിച്ച് വർണ്ണിച്ചു. അത് കഴിഞ്ഞ് എന്താണ്
കവിൾത്തടത്തെക്കുറിച്ചാണ് ഇപ്പോൾ വാഗ്ദേവതമാര് ഈ നാമത്തിലൂടെ വർണ്ണിക്കുന്നത്. നവരത്നങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? ആ നവരത്നങ്ങളിൽ പെട്ടതാണ് മുത്ത്, മാണിക്യം, വൈഡൂര്യം, ഗോമേതകം, വജ്രം, പവിഴം, അടുത്തത് പത്മരാഗം, മരതകം, നീലം, ഇങ്ങനെയൊക്കെയുള്ള കല്ലുകൾ ഈ നവരത്നങ്ങൾ എന്നാ ഇതിന് പറയുക. ആ നവരത്നങ്ങളിൽ പെട്ട ഒന്നാണ് ഏത്? പത്മരാഗം. ആ പത്മരാഗം എന്ന കല്ലുകളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കണ്ണാടിയെപ്പോലും ആദർശത്തെപ്പോലും തോൽപ്പിക്കുന്ന വിധത്തിലുള്ള കവിൾത്തടങ്ങളാണ്. അപ്പൊ ആ കവിൾത്തടങ്ങളുടെ മിനുമിനുസത്തെ, ആ തിളക്കത്തെയാണ് ഇവിടെ വാഗ്ദേവതമാര് സൂചിപ്പിക്കുന്നത്. ഭഗവതിയുടെ കവിൾത്തടം ഈ കണ്ണാടി അത്ര അല്ലേ, വളരെ മിനുമിനുസമായിരിക്കും കണ്ണാടി. ആ കണ്ണാടിയെപ്പോലും തോൽപ്പിക്കുന്ന വിധത്തിലുള്ള, കണ്ണാടി നോക്കണ്ട, ഭഗവതിയുടെ കവിൾത്തടം നോക്കിയാൽ മതി, എന്നാ നമ്മളെ കാണാനുള്ളതാ. അതുപോലെ മിനുസമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള കവിൾത്തടങ്ങളാണ്, കപോലങ്ങളാണ് ഭഗവതിയുടേത് എന്ന് വാഗ്ദേവതമാരിവിടെ ഈ നാമത്തിലൂടെ കാണിച്ചു തരികയാണ്. അപ്പൊ ഇതില് നവരത്നങ്ങളെ കുറിച്ച് പറഞ്ഞു. നവരത്നങ്ങളിൽ ഒന്നാണ് പത്മരാഗം. നവരത്നങ്ങൾ എന്ന് പറയുമ്പോൾ മുത്ത്, മാണിക്യം, വൈഡൂര്യം, ഗോമേതകം, വജ്രം, പവിഴം, പത്മരാഗം, മരതകം, നീലം, ഇങ്ങനെയൊക്കെയുള്ള കല്ലുകളെ മൊത്തത്തിൽ എന്താ പറയാ? നവരത്നങ്ങള്. വേറൊരു നവരത്നങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഈ വിക്രമാദിത്യന്റെ സദസ്സില് നവരത്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കവിശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു. ഇതില് എന്താണ്, കാളിദാസൻ, വരാഹമിഹിരൻ, വരരുചി, ധന്വന്തരി, ഇങ്ങനെയൊക്കെയുള്ള പ്രശസ്തരായിട്ടുള്ള കവികളുണ്ട്. ഇവരൊക്കെ 9 കവിശ്രേഷ്ഠന്മാരെ മൊത്തം ചേർത്തിട്ട് വിക്രമാദിത്യൻ വിളിച്ചിരുന്നത് നവരത്നങ്ങൾ എന്നായിരുന്നു.